ടാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ചിങ്ങൻ രാശി ഈ ഒരാഴ്ച കരിയർ, ഫാമിലി, ഫ്യൂച്ചർ ഇവ എങ്ങനെയായിരിക്കും, അതിനുള്ള ഗൈഡൻസ് ഇതെന്താണ്, അങ്ങനെ 4 കാർഡുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡായി കിട്ടിയിരിക്കുന്നത് ദ ടവർ എന്ന മേജർ ആർക്കാന കാർഡാണ്. ഇപ്പോൾ കാർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അതായത് ഒരു ഗോപുരമകുടം ചരിയുന്നതും രണ്ടാൾക്കാർ തറയിലേക്ക് തലകുത്തി ചാടുന്നതുമായിട്ടുള്ള ഒരു കാർഡാണിത്. അപ്പോൾ ഈ കാർഡ് നൽകുന്ന സൂചന കരിയറിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ, അതായത് പഴയതെല്ലാം തകർന്ന് പുതിയ ഒരു അവസ്ഥ വന്നു ചേരാം, പുതിയതായി ഉണ്ടാകുന്ന ഒരവസ്ഥ. അത് ജോബിലോ ബിസിനസ്സിലോ ഏതിലും ആയാലും മാറ്റങ്ങൾ വന്നേക്കാം. ഒരവസരം ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അതിൽ വിഷമിക്കാതിരിക്കുക. പുതിയ ഒരു ഉന്നമനത്തിന് അത് വഴിയൊരുക്കും. പുതിയൊരു വഴിയിൽ ചിന്തിക്കാൻ, പഴയ രീതികൾ മാറ്റാനുള്ള പ്രവണത ഉണ്ടാകും. ശാന്തമായിരിക്കുക. ഓരോ സംഭവങ്ങളും നിങ്ങൾക്ക് പുതിയൊരു പാഠം നൽകും. ഇനി ബ്ലോക്കേജായി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏത് കാർഡാണെന്ന് നോക്കാം. കിങ് ഓഫ് വാൺസ് എന്ന ഒരു കംപ്ലീഷൻ്റെ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇത് പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. എന്നാൽ ഇവിടെ നമുക്കിത് കിട്ടിയിരിക്കുന്നത് ബ്ലോക്കേജ് ആയിട്ടാണ്. അപ്പോൾ ഇത് നൽകുന്ന സൂചന എന്താണെന്ന് വെച്ചാൽ, ഒരു പുതിയ പാഠം നൽകുന്നതിനായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ആത്മവിശ്വാസക്കുറവ്, നിയന്ത്രണം നഷ്ടപ്പെടൽ, തിരക്ക് എന്നീ സൂചനകൾ ഈ കാർഡ് നൽകുന്നു. പൊതുവെ ഈ വക കാര്യങ്ങൾക്ക് പോസിറ്റീവാണ് ഈ കാർഡ്. എന്നാൽ മുൻ പറഞ്ഞതുപോലെ ഇതിവിടെ ബ്ലോക്കേജ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ തന്നെ നിങ്ങൾക്ക് സംശയം തോന്നാനുള്ളൊരു സാധ്യതയാണ് ഇതിലൂടെ ഈ കാർഡ് നൽകുന്ന സൂചന. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടായേക്കാം. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങളുടെ പോക്ക് എന്ന ഒരു തോന്നൽ നിങ്ങളിൽ ജനിപ്പിക്കാം. എന്നാൽ ഇതിനെയൊക്കെ മാറ്റാൻ ശ്രമിക്കുക, മറികടക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കഴിവിലും കഠിനാധ്വാനത്തിലും വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുക എന്നാണ് ഈ കാർഡ് ബ്ലോക്കേജായി വന്നതിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. അടുത്തിനി ഫാമിലിയെ പറ്റി ചിന്തിക്കുമ്പോൾ വന്നിരിക്കുന്ന കാർഡ് ദ 10 ഓഫ് സോർഡ്സ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, പഴയതെല്ലാം അവസാനിച്ച് ഒരു പുതിയ പ്രഭാതത്തിലേക്കുള്ളൊരു ചുവടുവയ്പ്പാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇത് ഫാമിലിയെക്കുറിച്ച് എടുത്തപ്പോൾ വന്നിട്ടുള്ളതിനാൽ ബന്ധങ്ങളിൽ അവസാന ഘട്ടം എന്നൊരു സൂചന ഇത് നൽകുന്നുണ്ട്. അതായത് ഒരു പരാജയബോധമോ ഒരു വിഷമമോ ഒക്കെ ഉണ്ടായേക്കാം. ഏതോ ഒരു ബന്ധം അവസാനിക്കാനിടയുണ്ടെന്ന സൂചന ഈ കാർഡിലൂടെ ലഭിക്കുന്നുണ്ട്. ഫാമിലിയിൽ വേദനാജനകമായ അനുഭവങ്ങൾ വരാമെങ്കിലും അവയെല്ലാം തന്നെ ഒരു പുതിയ പാഠം നിങ്ങൾക്ക് അതിൽ നിന്നും പഠിക്കാനുള്ള ഒരു സമയത്തെ കൂടിയാണ് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് എന്താണെന്ന് കണ്ടെത്തി മുന്നോട്ട് പോവുക. അടുത്ത ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് കാർഡാണ് വന്നിരിക്കുന്നത് നോക്കാം. 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന ഭൂമി തത്വത്തെയും ഹെൽത്തിനെയും വെൽത്തിനെയും ഒക്കെ കുറിക്കുന്ന ഒരു കാർഡാണ് ഫ്യൂച്ചറിൽ ലഭിച്ചിരിക്കുന്നത്. ഈ കാർഡ് നൽകുന്ന സൂചനകൾ ധനസഹായം, പുതിയ അവസരങ്ങൾ, സന്തുലിതമായ ജീവിതശൈലി എന്നിവയാണ് നൽകുന്നത്. സാമ്പത്തിക ഉന്നതി നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനപരമായി ഒരു ഉയർച്ചയുടെ കാലമാണിത്. ആരെങ്കിലും നിങ്ങളെ സഹായിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമോ ആണ് ഇത്. ഒരു പുതിയ ജോലി, ഒരു പുതിയ വരുമാന മാർഗം, അതുമല്ലെങ്കിൽ കടബാധ്യതകൾ ഉള്ളവർക്ക് അത് നീക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ദാനധർമ്മങ്ങൾ ചെയ്യുക. സഹായഹസ്തം സ്വീകരിക്കാനും നിങ്ങൾ മടി കാണിക്കരുത്. ഈ ആഴ്ച പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അതിന് മാനസികമായി തയ്യാറെടുക്കുക. ആത്മവിശ്വാസം ഉള്ളവരാണ് നിങ്ങളെന്ന് കാണുന്നു. അതിനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. ചില അവസാനിക്കേണ്ടതായ ബന്ധങ്ങൾ അവസാനിച്ചേക്കാം. അതിൽ വ്യസനിക്കേണ്ട. അതൊരു പുതിയ ആരംഭത്തിൻ്റെ മുന്നോടിയാണ്. സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസരങ്ങൾ വന്നു ചേരാം. സാവധാനം മുന്നോട്ട് പോവുക. ഈ ആഴ്ച ചിങ്ങൻ രാശിക്കാർക്ക് തികഞ്ഞ പരിവർത്തനത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. അതിനൊത്തുള്ള അവസരങ്ങളും യൂണിവേഴ്സ് നിങ്ങളിൽ കൊണ്ടുതരും. ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും
ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി മാത്രമേ എനിക്ക് മുന്നോട്ടുള്ള യാത്ര സുഗമമായിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏവരുടെയും അനുഗ്രഹവും ആശീർവാദവും എനിക്കുണ്ടാകണം. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളെല്ലാവരിലും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഈ ഒരാഴ്ച സന്തോഷപ്രദമായിരിക്കട്ടെ. ഏവർക്കും നന്ദി, നമസ്കാരം.